Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight Spark. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇന്ന് രാവിലെ ന്യൂസ് കണ്ടപ്പം യാദൃശ്ചികമായിട്ട് ഈ ന്യൂസ് കണ്ടപ്പം അതിൽ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കിവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളാണെന്ന്. അതായത് 10ാം ക്ലാസ് 9, 10, +1, +2 ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിലെ തന്നെ ഒരു സപ്ലയർ ആയിട്ടുള്ള കുട്ടിയാണ് ഈ ഒരു കാര്യം ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ശനിയാഴ്ചകളിലൊക്കെ 100ൽ കൂടുതൽ ആളുകൾ, 100ൽ കൂടുതൽ കുട്ടികൾ ആവശ്യക്കാരായിട്ട് വരാറുണ്ട് ഈ ഒരു ഡ്രഗ്സിൽ നിന്ന്. അപ്പം നമ്മളത് പല പല ആളുകളിലേക്ക് കൊടുക്കുന്നതനുസരിച്ച് നമുക്കവർ ഫ്രീ ആയിട്ട് ഈ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഒരു വട്ടം ഈ ഒരു കുട്ടികൾ ഇതൊന്ന് യൂസ് ചെയ്ത് കഴിയുമ്പം, അതായത് ഈ ഒരു കുട്ടി പറയണത് ഫസ്റ്റ് റോട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഡോണറായിട്ടുള്ള ഒരാൾ ഈ കുട്ടീനെ പരിചയപ്പെടുകയും ഫോൺ നമ്പറിൽ പിന്നീട് മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുട്ടിക്ക് ഇത് സപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞപ്പം ഈ ഒരു കുട്ടി ഡെയിലി ഇത് വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഫ്രണ്ട്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഫ്രണ്ട്സും ഇതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചു. അങ്ങനെ അവരും ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. പല പല ഡ്രഗ്സ് കുട്ടികളിലേക്ക് ഇങ്ങനെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഒരു കുട്ടി ഈ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും നല്ലതായിട്ടുണ്ടോ ജീവിതത്തിൽ? അല്ലേ? എല്ലാവരും ഇതിന് പിന്നാലെ പായുന്നു, ഡ്രഗ്സിന് പിന്നാലെ പായുന്നു. ഇത് ഉപയോഗിച്ചിട്ട് ആരെങ്കിലും ജീവിതത്തിൽ നന്നായിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, നമ്മുടെ കുടുംബത്തെ കണ്ണീരിലാഴ്ത്തുന്ന, സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു ഡ്രഗ്സ്. ആദ്യം ചെറിയൊരു രസമായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ളൊരു കൗതുകത്തോടെയാണ് കുട്ടികളൊക്കെ ഈ ഒരു ഡ്രഗ്സിനെ സമീപിക്കുന്നത്. പക്ഷേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ഒരു മാരകമായിട്ടുള്ള സംഭവത്തിൻ്റെ പിടിയിൽ നമ്മൾ ആഴ്ന്നു പോവുകയാണ്. പിന്നെ ആ ഒരു പിടി വിട്ട് കഴിയാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് നമ്മുടെ ഭാവിയെയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒന്നടങ്കം കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. പിന്നെ അതിൻ്റെ പിടിയിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ കഴിയില്ല. വളരെ ചുരുക്കം ചിലർക്ക് വളരെ നാളത്തെ കഠിനാധ്വാനം കൊണ്ട് ചിലപ്പം ഇതിൻ്റെ പിടിയിൽ നിന്ന് മോചിതനാകാൻ പറ്റും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പിടിയിൽ നിന്ന് ഊരിപ്പോരുക എന്ന് പറയുന്നത് സാധിക്കാത്തൊരു കാര്യമാണ്. ഡ്രഗ്സ് കഴിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ആരോഗ്യം മാത്രമല്ല ഇവിടെ നഷ്ടപ്പെടുന്നത്, മറിച്ച് അവൻ്റെ സ്വപ്നം, കുടുംബത്തിൻ്റെ പ്രതീക്ഷ, ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും അവന് നഷ്ടമാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു അടിമത്തമാണ്. ഇത് ഉപയോഗിക്കുന്നവർ, ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ അടിമകളായിട്ട് മാറുകയാണ്. പിന്നെ ഇവർക്ക് ലഹരി ഇല്ലാതെ മുന്നോട്ടൊരു നിമിഷം പോലും തള്ളി നീക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക. ഡ്രഗ്സിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും മോചിതനാകുക എന്ന് പറയണത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഭൂരിഭാഗം പേർക്കും ഇത് പറ്റാതെ അതിനു വേണ്ടിയിട്ട് അലമുറകൾ ഇടുന്ന ദിവസങ്ങളാണ് പിന്നീട് അവൻ്റെ മുമ്പിൽ വന്നു പോകാറുള്ളത്. ഇതൊക്കെ നമ്മൾ പല പല ന്യൂസുകളിൽ കാണാറുണ്ട്. ലഹരി കിട്ടാതെ വീട്ടിൽ അലമുറയിട്ട് സാധനങ്ങളൊക്കെ തല്ലി തകർക്കുന്നതും അച്ഛനമ്മമാരെയും രക്ഷിതാക്കളെയും ഉപദ്രവിക്കുന്ന മക്കളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസിലായിട്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നതിനെ തുടർന്ന് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ, സമൂഹത്തിൻ്റെ പ്രതീക്ഷ എല്ലാം ഒന്നടങ്കം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലഹരി ഉപയോഗത്തിലൂടെ. വളരെ സങ്കടം തോന്നിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു ന്യൂസിൽ ഞാൻ കണ്ടത്. കാരണം ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് തികച്ചും കുട്ടികൾ മാത്രമാണ്. ഫുള്ളായിട്ട് കുട്ടികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് നാളത്തെ സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് ഈ ഒരു കുട്ടികളെന്ന് പറയണത്. അപ്പം ഈ ഒരു കുട്ടികൾ ഇത് ഉപയോഗിക്കുമ്പം നാളത്തെ പ്രതീക്ഷയെ മൊത്തം കണ്ണീരിലാഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്നെ കാണുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒറ്റ തവണ മാത്രം നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്.
അതിന് അതിൻ്റേതായ വിലമതിപ്പോടുകൂടി വേണം കാണാനായിട്ട്. ഒരു വട്ടം ജീവിതം എന്ന് പറയുന്ന കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വീണുടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് പഴയ പോലെ കൂട്ടിച്ചേർക്കാനോ പറ്റുന്നതല്ല, അല്ലേ? ഡ്രഗ്സിനോട് വിട പറഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാം, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അങ്ങനെയുള്ളൊരു നല്ല നാളെ നമുക്ക് പടുത്തുയർത്താൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു ഇതിലൂടെ എനിക്ക് പറയാനുള്ള കാര്യം. അപ്പം ജസ്റ്റ് എനിക്ക് മുമ്പിൽ ഈ ഒരു ന്യൂസ് കണ്ടപ്പം എനിക്ക് പറയണം എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.